ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് ജാതിക്കായാണ് കേട്ടോ. ജാതിക്കായൊക്കെ മൂത്ത് പഴുത്ത് ഉണങ്ങി വീഴാൻ തുടങ്ങി കേട്ടോ. നല്ല ചൂട് തന്നെയല്ലേ. നമുക്ക് ചൂടുത്ത വെള്ളം വെള്ളം കുടിക്കണ മാതിരി നമുക്ക് നമ്മുടെ പറമ്പിലുള്ള വൃക്ഷങ്ങൾക്കും നമ്മൾ വെള്ളം കൊടുക്കണ്ടേ. അതുങ്ങൾ ഇങ്ങനെ വെള്ളം ദാഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതാ പറമ്പിൽ ഇഷ്ടം പോലെ കോഴികളും ഇങ്ങനെ കിടന്ന് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് പാചകമൊന്നുമല്ല കേട്ടോ. ഇന്ന് പറമ്പിലെ ജാതി നനയ്ക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കുടിക്കുന്ന കിണറ്റിൽ കുടിക്കുന്ന വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ പറമ്പ് നനയ്ക്കുന്നത് കേട്ടോ. കിണറ്റിലെ വെള്ളം കൊണ്ട് തന്നെയാണ് പറമ്പ് നനയ്ക്കുന്നത്. കുറേ ഇങ്ങനെ ഓസ് ഇടും. അത് കഴിഞ്ഞ് ബാക്കി ഇങ്ങനെ ചെറിയ തോട് കീറിയ തോട്ടിക്കൂടെയാണ് കേട്ടോ അങ്ങനെ വെള്ളം വീഴുന്നത്, വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ധാരാളം ചവറൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ചവറൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ ചവറുള്ള കാരണം ചവറിട്ട് നനയ്ക്കുമ്പോൾ കൂടുതൽ തണുപ്പ് നിൽക്കുമല്ലോ ജാതിക്ക്. അത് കാരണമാണ് ചവറൊന്നും മാറ്റാത്തത്. ജാതിക്ക വീഴുന്നതൊക്കെ ഞാൻ ഓരോ കോല് കൊണ്ടുപോയിട്ട് ചവറൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെയാണ് ജാതിക്കൊക്കെ പറക്കിയെടുക്കുന്നത്. ഈ നല്ലപോലെ മഴ പെയ്തിട്ട് ഇനി ചവറൊക്കെ മാറ്റാമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഈ തോട്ടിലൊക്കെ ഈ കോഴികൾ ഇങ്ങനെ ചിക്കി മന്തിട്ടാണ് തോട്ടിലൊക്കെ ഇങ്ങനെ ചവറിങ്ങനെ വീണ് കിടക്കുന്നത്. അപ്പോൾ നനയ്ക്കുന്ന സമയത്ത് വെള്ളം വരുമ്പോൾ നമ്മളിങ്ങനെ കൈക്കോട്ടുകൊണ്ട് ഇതിനെ ചവർക്ക് ഇങ്ങനെ ചവറ് മാറ്റി കൊടുത്തിട്ടാണ് കേട്ടോ നനയ്ക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ പറമ്പ് നനയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ജാതി നനയ്ക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയൊരു ജാതിയുടെ തൈയിലേക്കാണ് ഇങ്ങനെ വെള്ളം തുറന്നിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ ജാതി ഇങ്ങനെ നിറയാറായിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റ് വേണം ഒരു ജാതിയുടെ കട ഇങ്ങനെ നിറയണേ. ചെറിയ ജാതിയൊക്കെ ഇങ്ങനെ നനഞ്ഞ് കിട്ടണമെങ്കിൽ ഒരു 1-2 മിനിറ്റൊക്കെ പിടിക്കും. അതൊരു ചെറിയ കടയാണ്. അത് ഇങ്ങനെ പൂക്കാൻ തുടങ്ങിയിട്ടില്ല. ഓരോന്നോരോന്ന് പൂ കിട്ടു, കാര്യമായിട്ട് ഇങ്ങനെ കായായിട്ടില്ല ആ ഒരു ജാതിയമ്മേ. അപ്പോൾ അതിനാണ് വെള്ളം തുറന്നിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളം ഇനിയിപ്പോൾ നിർത്തുകയാണ് കേട്ടോ. അപ്പം ഇനി വേറെ വലിയ ജാതിയുടെ കടക്കയിലേക്ക് നമുക്ക് തുറന്നിടാം. അപ്പം ഇനി തോട്ടിലുള്ള വെള്ളം കൊണ്ട് പോരായ ആ ജാതിയുടെ കടക്കയിൽ ഇങ്ങനെ നിറഞ്ഞോളും. അപ്പം ഇനി നമുക്ക് വേറെ ജാതിയുടെ കടക്കയിലേക്ക് ഇങ്ങനെ വെള്ളം തുറന്ന് വിടുകയാണ് കേട്ടോ. ഈ ജാതിമ ധാരാളം കായുള്ള ജാതിയാണ് കേട്ടോ. അങ്ങനെ ചവറൊക്കെ ഉള്ള കാരണം ഇങ്ങനെ നനയ്ക്കുമ്പോൾ കുറേ ഇങ്ങനെ തണുപ്പ് നിൽക്കും. ഞാൻ രാവിലെയും വൈകിട്ടും നനയ്ക്കും കേട്ടോ. രാവിലെ വെയിലാവുന്നതിന് മുമ്പ് നനയ്ക്കും. അതുപോലെ വൈകിട്ട് വെയിലാറിയിട്ടും ദിവസം അങ്ങനെ കുറേശ്ശെ നനയ്ക്കും. ഇന്ന് കുറച്ച് ലേറ്റായി, വീഡിയോ എടുക്കണ കാരണം കൊണ്ട് അല്പം ലേറ്റായി. അത് കാരണം കുറേശ്ശെ വെയിലുണ്ട്. വലിയ ജാതിക്കടയൊക്കെ നിറയണമെങ്കിൽ വെള്ളം നിറയെ 2-3 മിനിറ്റൊക്കെ പിടിക്കും കേട്ടോ. ആ വലിയ ജാതിയുടെ കടക്കിലേക്കാണ് ഇപ്പോൾ വെള്ളം തുറന്നിട്ടിരിക്കുന്നത്. പിന്നെ ചവറൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, തോട്ടിലുള്ള ചവറ്. അങ്ങനെ തടഞ്ഞ് നിർത്തണം വെള്ളം, നല്ലോണം കെട്ടി നിർത്തണം വെള്ളം തടത്തിൽ. ജാതിക്ക് ധാരാളം വെള്ളം വേണം. വളം ചെയ്യേണ്ട സമയത്ത് വളം ചെയ്യണം, വെള്ളം കൊടുക്കേണ്ട സമയത്ത് വെള്ളം കൊടുക്കണം. എന്നാലൊക്കെയാണ് നമുക്ക് 10 പൈസ കിട്ടുള്ളൂ. കടക്ക് വീണ് കിടന്നിരുന്ന ജാതിക്ക ഞാനിങ്ങനെ പറക്കി മാറ്റിയിട്ടതാണ് കേട്ടോ. പറക്കാനുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഓരോന്നൊക്കെ ചവറൊക്കെ മാറ്റിയിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ പറക്കിയെടുക്കണമെങ്കിൽ. അപ്പോൾ കട അങ്ങനെ വെള്ളം നിറയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ നിറഞ്ഞ മാതിരി ആയിട്ടുണ്ട്. അപ്പോൾ അത് നിർത്തിയിട്ട് ഇനി വേറെ ജാതിയുടെ കടക്കലേക്ക് തുറന്നിടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ വേറെ ജാതിയുടെ കടക്കലേക്കാണ് തുറന്നിട്ടേക്കണത്. അപ്പോൾ അത് അവിടെ നിന്ന് മാറ്റി ഇവിടുന്ന് ഇനി തുടങ്ങുകയാണ്. ജാതിക്കടക്കിൽ ആ തോട്ടിലുള്ള ചവറൊക്കെ അങ്ങനെ മാറ്റി കളയുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് ജാതി നനയ്ക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ജാതി നനയ്ക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. വേറെ അടയ്ക്കാമരം, തെങ്ങ് അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ജസ്റ്റ് ജാതി നനയ്ക്കുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ.
വെള്ളം ഇങ്ങനെ കുറവായ കാരണം കുറേശ്ശെ കുറേശ്ശെ നനയ്ക്കുന്നത് കേട്ടോ. ഒരു അരമണിക്കൂർ കഷ്ടിയാണ് ദിവസം നനയ്ക്കുക. അത് കഴിയുമ്പോൾ വെള്ളം ആകുമ്പോൾ പിന്നെയും കുറേ കഴിയുമ്പോൾ പിന്നെ കുറച്ച് നനയ്ക്കും. അങ്ങനെ ദിവസം ദിവസം കുറേശ്ശെ കുറേശ്ശെ നനച്ചിട്ടാണ് ഇങ്ങനെ പറമ്പ് മുഴുവനും ഇങ്ങനെ വട്ടെത്തിക്കണത്. അങ്ങനെ ഒരാഴ്ചയിൽ 2-3 ദിവസം അങ്ങനെ വട്ടെത്തിക്കും കേട്ടോ. ഇത്രയും ചൂടത്ത് അതുങ്ങൾക്കും വെള്ളം കിട്ടണ്ടേ. ചില സ്ഥലങ്ങൾക്കൊന്നും കുടിക്കാനും കൂടി വെള്ളമില്ലാണ്ട് കഷ്ടപ്പെടുക എന്നാണ് പറയണേ. നമ്മുടെ കിണറ്റിൽ ഇങ്ങനെ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ സമാധാനം. വെള്ളം നല്ലോണം ഇങ്ങനെ കെട്ടി നിർത്തണം ജാതിക്ക്, അല്ലെങ്കിൽ ഒക്കെ ഉണങ്ങി പോവും. അപ്പോൾ ജാതി നനയ്ക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആർക്കും ബോറായി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.